ഈ ഘട്ടത്തിൽ റജി ലൂക്കോസ് കൂടി. റജി ലൂക്കോസ്, നമ്മൾ ഈവനിംഗ് ഡിബേറ്റ് പൂർത്തിയാകുന്നതിന് മുമ്പ് ഇപ്പോൾ നിർഭൻ നൽകിയ വാർത്തകൾ, കൈരളി ചോദ്യങ്ങൾ ചോദിക്കുന്ന കൈരളി ന്യൂസിനോട് സ്ഥിരം തട്ടിക്കയറുന്ന രീതി, ഇതിലേക്കളൊക്കെ ഉപരി വി ഡി സതീശൻ കോൺഗ്രസും അവരുടെ ഒരു യു ഡി എഫിൻ്റെ വിപുലീകരണം എന്ന് വലിയ കൊണ്ടുപിടിച്ച് കൊണ്ടുവന്ന സംഭവം തുടക്കത്തിലേ തന്നെ പൊളിഞ്ഞു വീണ് നാണം കെടുകയാണ്. നോക്കൂ, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വരെ വന്ന് ചെണ്ട പോലെ കോൺഗ്രസിനെയും വി ഡി സതീശനെയും കൊട്ടിയിട്ട് പോകുന്നു. അജിംഷാദെ, സ്വയം അപമാനിതരായി വഴിയെ പോകുന്നവരെല്ലാം വിളിച്ചു കയറ്റി കടകക്ഷിയാക്കുന്ന ഒരു ഗതികളിലേക്ക് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനും പരിഹാസനായി കേരളത്തിന് മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ് നാണക്കേട്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇന്നലെ അദ്ദേഹം അപേക്ഷ കൊടുത്തു, അദ്ദേഹം എഴുതി കൊടുത്തു, ഡോക്യുമെന്റ്സ് ഉണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനോടൊപ്പമാണ് തന്നെ വന്ന് കണ്ടെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ കടകക്ഷിയായി പ്രഖ്യാപിച്ചതിന് ശേഷം മിനിറ്റുകൾക്കുള്ളിൽ ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പത്രസമ്മേളനം നടത്തി താൻ അങ്ങനെ കത്തും കൊടുത്തിട്ടില്ല, താനിങ്ങനെ ഒരു കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല, താൻ അടിയുറച്ച RSSകാരനാണ്, NDAയുടെ വൈസ് പ്രസിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയത് സത്യത്തിൽ സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ കോമഡിയായിരുന്നു. ഒരു പ്രതിപക്ഷ നേതാവാണ് പരിഹാസനായി പോയത്. അതും ആരുടെ മുമ്പിലാണ്? ആൾക്കൂട്ടമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കേരളത്തിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ നടക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലാണ് ഇത്രയ്ക്കും കരുത്തരായ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ആ പാർട്ടി നാണം കെട്ടുന്നുള്ളത് സത്യം പറയാനുള്ള ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ് സംഭവം. ഇന്നിപ്പോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു പ്രസ്താവനയായിട്ട് വന്നിട്ടുണ്ട് പത്രക്കാരുടെ മുമ്പിൽ വെച്ച്. അദ്ദേഹത്തോടൊപ്പം കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറും നേതാക്കന്മാരും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹം അൻവറിനെതിരെ പ്രതികരിച്ചിരിക്കുന്നു. ആർക്കെങ്കിലും വന്ന് അനാഥരായി നടക്കുന്നവർക്ക് വന്ന് കയറാവുന്ന ഒരു ഓർഫറേജ് അല്ല, ആ അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇത് എന്നൊരു രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചു. അൻവറിനെതിരെ ശക്തമായി നേരിട്ടു. ഇനി അൻവറിനെ കുറിച്ച് പറയുമ്പോൾ വേറൊന്നും പറയാം. ഈ പറയുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ കേരളത്തിന്റെ നിയമസഭയിൽ അദ്ദേഹം രാജിവെക്കുന്നതിന് കേവലം 2 മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം 150 കോടി രൂപ മുക്കി കർണാടകയിൽ നിന്ന് കൊണ്ടുവന്ന് തട്ടിപ്പ് നടത്തിയ വ്യക്തിയാണെന്ന് അദ്ദേഹം നിയമസഭയിൽ അവതരിപ്പിച്ചു. അങ്ങനെയുള്ള ആ ആരോപണം പേറിക്കൊണ്ട് നടക്കുന്ന പ്രതിപക്ഷ നേതാവ് ഈ അൻവർ തുടങ്ങിയ വ്യക്തിയെ കടകക്ഷിയാക്കാന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചതിനെതിരെ അതായത് കോൺഗ്രസിലോ UDFിലോ കാര്യമായ കൂടിയാലോചനകൾ നടത്തിയില്ല എന്നുകൊണ്ടാണല്ലോ മുതിർന്ന നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിനെതിരെ പ്രതികരിച്ചത്. അദ്ദേഹത്തിനെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ വാക്കുകൾ പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നുകൂടെ അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതിന് എന്താ അർത്ഥമാക്കുന്നത്? ആരുമില്ലാത്ത അവസ്ഥ. ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ പരിഹാസ്യമായ ഒരു സംഭവം ഇതിനിടയ്ക്ക് ഉണ്ടായി. കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഗ്രൂപ്പിനെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇവര് ഒളിഞ്ഞും തെളിഞ്ഞും പലരെ കൊണ്ടൊക്കെ പറയിപ്പിച്ചൊക്കെ കൂടെ കൂട്ടാനായിട്ട് ശ്രമിക്കുമ്പോൾ അവസാനം സഹിയുണ്ട് ആ പാർട്ടി പറഞ്ഞ് അത് കേരള രാഷ്ട്രീയത്തിലെ വേറിട്ട ചില ശബ്ദങ്ങളായിരുന്നു. അവരെന്താ പറഞ്ഞ, ദയവായി ഞങ്ങളുടെ പുറകെ നടക്കരുത്, പ്ലീസ് ശല്യം ചെയ്യരുത്. ഇതിലപ്പുറം പരിഹാസ്യമായിട്ട് ഒരു കഥാപാത്രമായിട്ട് ഒരു പ്രതിപക്ഷ നേതാവോ ഒരു UDF കൺവീനറോ മാറി ചരിത്രം കേരളത്തിന്റെ ഹിസ്റ്ററിയിലുണ്ടോ? അവര് കരുതിയിരിക്കുന്നത് ഇപ്പൊ ചില സ്ഥലങ്ങളിൽ ഇത്തിരി ഹൈപ്പ് ഉണ്ടായിട്ടുണ്ട് അവരുടെ വോട്ടിനും തെരഞ്ഞെടുപ്പിലും. അതിന്റെ പേര് കേരളം മൊത്തം തങ്ങൾ ഈ എടുക്കുവാണെന്ന് പറഞ്ഞു. സുരേഷ് ഗോപി പറഞ്ഞ പോലെ തങ്ങൾ എടുക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഗീർവാണം മുഴക്കി അവർ 100 സീറ്റ് തന്നെ ഞങ്ങൾ നേടും എന്ന്, ഇല്ല എങ്കിൽ താൻ വനവാസത്തിലേക്ക് പോകുമെന്ന് പറയും VD സതീശൻ. വനവാസം ഒരു ഹോണ്ടിങ് ആയിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിഴലിച്ചു വരുന്നതിന്റെ ഭയം കൊണ്ടാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ പുറകെ നടക്കുന്നത്. അവരെന്നേക്കുമായി മൊഴി ചൊല്ലിയിരിക്കുന്നു, അവരെന്നേക്കുമായിട്ട് പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇനി അങ്ങോട്ട് വരത്തില്ല, ഞങ്ങളെ ക്ഷണിക്കരുത്, നാണം കെടുത്ത് ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഇവരുടെ കൂടെ ആരും കൂടാനാ? ഞാൻ ചോദിച്ചോട്ടെ, VD സതീശൻ പറഞ്ഞെന്താ 100 സീറ്റ് വാങ്ങിക്കും? അങ്ങനെയാണ് പിന്നെ എന്തിനാണ് അദ്ദേഹം പുതിയ ഘടകകക്ഷികളെ തേടി നടക്കുന്നത്? എങ്ങനെ നടക്കും? കഴിഞ്ഞ 2 ദിവസം അടുപ്പിച്ച് അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള സ്നേഹമുള്ളവരും പ്രിയപ്പെട്ടവരുമായിട്ട് ഞങ്ങളുടെ വരുന്നു പറഞ്ഞു. ഒരൊറ്റയാളെ കാണിക്കാൻ VD സതീശന് ഇത്രയും ദിവസങ്ങളായിട്ട് സാധിച്ചോ? ബുദ്ധിജീവികൾ, ഇടതുപക്ഷ ബുദ്ധിജീവികൾ എന്നൊക്കെയാണ് അദ്ദേഹം തട്ടിവിട്ടത്. ഏത് ബുദ്ധിജീവി അല്ലെങ്കിൽ ബുദ്ധി കുറവുള്ളവരെ ആരെങ്കിലും അദ്ദേഹത്തിനോടൊപ്പം കൂടിയോ? അപ്പൊ നമ്മളെന്താ മനസ്സിലാക്കുന്നത്? കേരളം വളരെ വിവേകശാലികളായ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ജനങ്ങളുടെയും ഒരു ഹബ്ബാണ് കേരളം. അതുകൊണ്ടാണ് VD സതീശനെ പോലുള്ളവർ ഇടുന്ന ചൂണ്ടയിൽ കേരളത്തിൽ ഒരു വ്യക്തി പോലും കൊത്താത്തത്. അതിന്റെ ഏറ്റവും ഒരു ഉദാഹരണമല്ലേ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. എത്ര കളിയാക്കി അദ്ദേഹം സംസാരിച്ചത്. താൻ ഒരു RSSകാരനാണ്, RSSകാരനായിട്ടേ മരിക്കത്തുള്ളൂ, VD സതീശൻ എന്റെ മേലൊരു ചൂണ്ടയിടണ്ട. അതേ ഇട്ട ചൂണ്ടയിൽ കൊത്തിയില്ലെന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മുഴുവനും ഈ മനുഷ്യൻ നിഷേധിക്കുകയും ചെയ്തു. എത്ര പരിഹാസനായി കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. ഇനി ഇവർ ആരെ കൊണ്ട് ജയിക്കും എന്ന് പറയുന്നത്? ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കക്ഷി കുറച്ച് സീറ്റ് നേടിയിട്ടുണ്ട്. പക്ഷെ അവിടെ 10 ലക്ഷം വോട്ട് കിട്ടിയിരിക്കുന്നു മലപ്പുറം ജില്ലയിൽ LDFന്. 10 ലക്ഷം, 28 ലക്ഷത്തിൽ 10 ലക്ഷം LDF നേടിയിരിക്കുന്നു. ചെറിയ ഭൂരിപക്ഷത്തിൽ കുറെ സീറ്റുകൾ അവർ നേടിയിട്ടുണ്ട്. ഇപ്പൊ ഏറ്റവും ഒരു ഉദാഹരണം അജിംഷാദ്, തിരുവനന്തപുരം കോർപ്പറേഷൻ, അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിരിക്കുന്നത് LDF.
ഏറ്റവും കൂടുതലായിട്ട് വോട്ട് കടിക്കുന്ന LDF-ആ. അപ്പൊ അത് 10, 12, 13 വോട്ടുകളുടെ പേരിൽ BJP ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റിൽ BJP-ക്ക് വേണ്ടി വഴിമാറി കൊടുത്ത കോൺഗ്രസിനെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ മുഖം തിരിച്ചറിയുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ചോളം ഇവർക്ക് സ്വന്തമായിട്ട് ജയിക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല, ജനങ്ങളുടെ അംഗീകാരമില്ല. അതുകൊണ്ട് ഇപ്പോൾ അലഞ്ഞു തിരിയുകയാണ്. ആരെങ്കിലും ഞങ്ങളുടെ വരൂ, ആരെങ്കിലും ഞങ്ങളുടെ വരൂ എന്ന് യാചിച്ചുകൊണ്ട്. ഇങ്ങനൊരു ഗതികെട്ട് തീർച്ചയായും ഏതെങ്കിലും റജി രാഷ്ട്രീയ ലൂക്കോസ് പ്രസ്ഥാനത്തിൽ വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്, നിരീക്ഷണങ്ങൾ പങ്കുവച്ചതിന്.